നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജോയ് ബ്രദറിനെ ഒരു വചനഭാഗം വായിക്കുന്ന സമയമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ സ്തോത്രം. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 തൊട്ട് 14 വരെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം സാവകാശം എടുത്താൽ മതി. 6-ാം അധ്യായം 9 തൊട്ട് 14 വരെ വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. തിരുനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ. 9 തൊട്ട് 14 വരെ. ഓക്കെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദൈവനാമത്തിന് താഴെ വായിച്ചു 15 വരെ വായിക്കാം. ഓക്കെ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ തെറ്റുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് തെറ്റുകളെ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. ശിഷ്യന്മാർ നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. വാസ്തവത്തിൽ നമുക്കാർക്കും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയുകയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. ആത്മാവ് തുണ നിൽക്കും. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. മത്തായി 6-ാം അധ്യായം 9 തൊട്ട് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ ദൈവത്തെ അഭിസംബോധന ചെയ്താണ് പ്രാർത്ഥിക്കേണ്ടത്.
ഇന്ന് ധാരാളം ആളുകൾ മറിയത്തോടാണ് അപേക്ഷിക്കുന്നത്. പക്ഷെ മറിയത്തോട് അപേക്ഷിക്കുവാൻ, മറിയത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് യേശു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഇന്നും യേശുവിനോട് ആരെങ്കിലും ചോദിക്കുകയാണ്, യേശുവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുകയില്ല, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ, ഇന്നും നിലവിലുള്ള മറിയത്തിൻ്റെ നാമം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. ഈ സ്വർഗസ്ഥനായ പിതാവിനെ പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകണം. ഇതെല്ലാം ബാലപാഠങ്ങളാണ്, നമുക്കറിയാം. യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ രക്തമാണ് എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരം. ജീവിതം ഇനി ക്രിസ്തുവിന് മാത്രം. അങ്ങനെ യേശുവിൽ നമ്മുടെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി മാറുകയാണ്. അങ്ങനെ മക്കളാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പണ്ട് നമ്മളിൽ പലരും മറിയത്തോടുള്ള വിവിധ യാചനകൾ നടത്തിയവരാണ്. പരിശുദ്ധരാജ്ഞി എന്ന ജപത്തിൽ ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ വിങ്ങിപ്പൊട്ടി നിലവിളിക്കുന്നു എന്ന് കാണാം. നമ്മൾ ഒരുപാട് തവണ അങ്ങനെ വിങ്ങിപ്പൊട്ടിയവരാണ്. ദൈവമക്കളല്ല, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായതുകൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴെപ്പോഴും, പ്രത്യേകിച്ച് മരണസമയത്തും പാപിയാണേ, ഞങ്ങൾക്ക് പാപക്ഷമ കിട്ടിയിട്ടില്ല, മരണസമയത്തും കിട്ടുകയില്ല, ക്രിസ്തു മരിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണവുമില്ല, ഇങ്ങനെയൊക്കെ നിരാശയോടെ പറഞ്ഞ് ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളാണ് എന്ന് ഏങ്ങലടിച്ച് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം, അത് മറിയാരാധനയുടെ കാലം. എന്നാൽ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ഇപ്പോൾ നമുക്ക് ജീവിക്കുന്ന ദൈവത്തെ എൻ്റെ സ്വന്തം പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമുക്ക് ദൈവത്തോട് ഒരു വലിയ ആത്മബന്ധമുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുകയില്ല. സ്വർഗത്തിലേക്ക് നാം ഇപ്പോൾ പോയിട്ടില്ല. അവിടുത്തെ ആരാധനയുടെ മനോഹാരിത നാം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളും നമുക്കറിയില്ല എങ്കിലും അറിവിനെ അതിശയിപ്പിക്കുന്ന ഒന്ന് നമുക്കുണ്ട്. അതൊരു ബന്ധമാണ്. ക്രിസ്തു വഴി നാം സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നിരിക്കുന്നു. 2 വയസ്സുള്ള കുട്ടിക്ക് തൻ്റെ അപ്പച്ചൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിവരമില്ല. പക്ഷേ ആ കുട്ടിക്കൊരു കാര്യം അറിയാം, ആ അപ്പച്ചൻ എൻ്റെ സ്വന്തം അപ്പച്ചനാണ്. നമ്മെ കരുതുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, ഇതോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. നിങ്ങൾക്കിവയൊക്കെ ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം ഇന്നതാണ് സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. അത്രയും നമ്മുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ്, സ്വന്തം പുത്രനെ നമുക്കായി നൽകിയ സ്വർഗീയ പിതാവ്. നാം സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളാണ്. നാം സാത്താൻ്റെ സന്തതികളല്ല, ദൈവമക്കളാണ്. ക്രിസ്തു മുഖാന്തരമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകുവാൻ നമുക്ക് മഹാഭാഗ്യം സിദ്ധിച്ചത്. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് മക്കളാണ് വിളിക്കുന്നത്. മക്കളല്ലാത്തവരും വിളിക്കുന്നുണ്ടാകും. പക്ഷേ നിയമപ്രകാരം സ്വർഗസ്ഥനായ പിതാവിനെ സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുവാൻ ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്കാണ് അവകാശമുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഏതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരെ വിളിച്ച് അപേക്ഷിക്കാനല്ല, മറിയത്തെ വിളിച്ച് അപേക്ഷിക്കാനല്ല, സ്വർഗത്തിൻ്റെ അധിപനായ ദൈവം,
സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എനിക്കൊരുക്കുന്ന ആലയം ഏതു വിധം എന്ന് ഈ സ്വർഗസ്ഥനായ പിതാവ് ചോദിച്ചിട്ടുണ്ട്. സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും കെട്ടിടത്തിൽ, പള്ളിയിൽ ഒതുക്കാൻ പറ്റാത്ത സർവ്വവ്യാപിയായ ദൈവം, സർവശക്തനായ സ്വർഗീയ പിതാവ് എൻ്റെ സ്വന്തം പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങളാണ്. അവർക്കെല്ലാം കൂടി ഒരു സ്വർഗീയ പിതാവ്. എൻ്റെ വ്യക്തിപരമായ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. അതേപോലെ തന്നെ ക്രിസ്തുവിലൂടെ ദൈവമക്കളായ എല്ലാ ദൈവമക്കൾക്കും പൊതുവായൊരു പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പിതാവാണുള്ളത്, സ്വർഗസ്ഥനായ പിതാവ്. അവരൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരേ സ്വർഗത്തിലേക്കാണ് അവർ പോകാനിരിക്കുന്നത്. ഈ കാര്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർക്കുണ്ടാകണം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ 4 or 5 പേരോ അല്ലെങ്കിൽ അതിലധികം ദൈവമക്കൾ നമ്മുടെ അടുത്തുണ്ടായിരിക്കാം. എൻ്റെയും ആ സഹോദരൻ്റെയും ഈ സഹോദരിയുടെയും പിതാവ് ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ദൈവമക്കൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, എന്നെ സമ്പൂർണമായി കരുതുന്ന, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു തരുന്ന സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ് ഞാൻ. പ്രാർത്ഥന ഒരു വലിയ ഭാഗ്യ പദവിയാണ്. പണ്ട് രാജഭരണമുള്ള കാലത്ത് പ്രജകൾക്കെല്ലാവർക്കും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നേരിട്ട് ചെന്ന് ആവശ്യം പറയാൻ സാധിക്കുകയില്ല. കൊട്ടാരത്തിന് പുറത്ത് ഒരു പ്രജ വന്നു നിൽക്കുന്നു. അവിടെ ഭൃത്യനുണ്ട്. ഭൃത്യനോട് കാര്യം പറയുന്നു, എനിക്ക് രാജാവിനെ നേരിട്ട് കാണണം. അങ്ങനെ അനുവാദം കിട്ടിയാൽ ആ സിറ്റിസന് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് സിംഹാസനത്തിലിരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ കാര്യം ഉണർത്തിക്കാം, ഇന്ന ആവശ്യമുണ്ട്. അതിന് എല്ലാവർക്കും ആ പ്രിവിലേജ് കിട്ടിക്കൊള്ളണം എന്നില്ല. സ്വർഗസ്ഥനായ രാജാതിരാജാവായ കർത്താവിൻ്റെ മുമ്പാകെ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാൻ സാധിക്കുക എത്ര വലിയ ഭാഗ്യമാണ്. ഒരു കാലത്ത് നമ്മളിൽ പലരും ജീവനില്ലാത്ത യേശുവിൻ്റേതെന്ന് പറയുന്ന, ജീവനില്ലാത്ത മറിയത്തിൻ്റേതെന്ന് പറയുന്ന പ്രതിമകളുടെ മുമ്പാകെ വണങ്ങി കണ്ണീരൊലിപ്പിച്ച് ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളാണ് എന്നൊക്കെ പറഞ്ഞവരാണ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ എന്നറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പ്രതിമകളിലെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് വിഗ്രഹാരാധന പാപമാണ്. ജീവിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ സ്വന്തം പിതാവായിരിക്കെ ഞാൻ ജീവനില്ലാത്ത ഒരു പ്രതിമയുടെ മുമ്പാകെ നിന്നുകൊണ്ട് തലകുമ്പിട്ട് വണങ്ങി എൻ്റെ ആവശ്യങ്ങൾ പറയുമോ? അങ്ങനെ ചെയ്യുന്നത് ഈ സ്വർഗസ്ഥനായ പിതാവിന് ഏറ്റവും പ്രകോപനപരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രതിമകളിലും സ്വരൂപങ്ങളിലും നാം ആശ്രയിക്കുന്നില്ല. അതിനെ നമ്മൾ ഉപേക്ഷിച്ചവരാണ്. അത് ഉപേക്ഷിച്ചിട്ട് വേണം ജീവനുള്ള സ്വർഗസ്ഥനായ പിതാവിനെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കുവാൻ. അവിടത്തേക്ക് പ്രകോപനപരമായ കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തുത്തരം കിട്ടാനാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. മത്തായിയുടെ സുവിശേഷം 6:9 നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം പരിശുദ്ധമാണ്. നമ്മെക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ദൈവമക്കളായ നമ്മൾ പരിശുദ്ധനായി സ്വർഗീയ പിതാവിന് യോഗ്യമായ ജീവിതം നയിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി
വലിയ വികൃതിയാണ്, അനുസരിക്കുകയില്ല. ആ കുട്ടിയുടെ അപ്പൻ നല്ല മാതൃകയുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. അധ്യാപകർക്കെല്ലാം ഈ കുട്ടിയുടെ അപ്പനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഈ കുട്ടിയാകട്ടെ വല്ലാത്ത വികൃതിയാണ്. അപ്പോൾ അധ്യാപകർ പറഞ്ഞു, നീ നിൻ്റെ അപ്പൻ്റെ പേര് കളഞ്ഞു കുളിക്കുകയാണ്. ഇങ്ങനെ വരരുത്. സ്വർഗസ്ഥനായ പിതാവിനെ ആരാധിക്കുകയും ആ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ആ പിതാവിൻ്റെ വചനം ധ്യാനിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന നമുക്ക് ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. ഇത് വക്രതയും വഴിപിഴച്ചതുമായ ഒരു തലമുറയാണ്. നുണ പറയുന്നവരുണ്ട്, ലജ്ജാകരമായ പാപങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ നടുവിൽ, വക്രതയും വഴിപിഴച്ചതുമായ ഈ തലമുറയുടെ നടുവിൽ ജീവൻ്റെ വചനം മുറുകെ പിടിച്ച് ലോകത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുവാനാണ് നമ്മുടെ വിളി. ഫിലിപ്പിയ ലേഖനം അപ്രകാരം പറയുന്നു. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിശുദ്ധ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ പറയും, നമ്മൾ ആരാധിക്കുന്ന ദൈവം വാസ്തവത്തിൽ പരിശുദ്ധനാണ്, ഞങ്ങളൊക്കെ പ്രതിമകളെയാണ് വണങ്ങുന്നത്, നിങ്ങളോ ജീവിക്കുന്ന ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പല സ്വഭാവങ്ങളും ഞങ്ങൾ ചെയ്യുന്ന പല പാപങ്ങളും നിങ്ങൾക്കില്ല. കാരണം പരിശുദ്ധനായൊരു ദൈവത്തെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. ആ വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ കാണുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം വഴിയാണ് മറ്റുള്ളവർ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 10:31. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്താലും ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ ജീവിതം വഴി സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കിട്ടണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന പലരും സഭാരാഷ്ട്രീയവും പല വൃത്തികേടുകളൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകർ വഴി ജാതികൾ, ദൈവത്തെ അറിയാത്തവർ സത്യദൈവത്തെ ദുഷിക്കുവാനിടവരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടം കൊണ്ട് നിൽക്കുന്നില്ല. നാം ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ ദുഷിക്കാൻ പോലും മറ്റുള്ളവർ തുനിയുന്നു. അങ്ങനെ ഒരിക്കലും ഇട വരരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിലുണ്ട്. സകലത്തിൻ്റെ ഉടയവനാണ്. സകലത്തെയും ഭരിക്കുന്നു. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വചനങ്ങളും പാലിക്കുന്ന ഒരു മനുഷ്യവിഭാഗം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നാം ഒരു രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ ഭരണഘടനയുണ്ട്. അതിന് വിരോധമായി പോയാൽ ശിക്ഷ ലഭിക്കും. ഒരു നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിലുണ്ട്. ദൈവത്തിനൊരു രാജ്യമുണ്ട്. അത് താൽക്കാലിക രാജ്യമല്ല. ഇന്ത്യ രാജ്യത്തിൽ നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? നമ്മുടെ മരണം കഴിയുന്നതോടെ, നാം മരിക്കുന്നതോടെ ഇന്ത്യൻ പൗരത്വം നമുക്കില്ല. പക്ഷേ ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു.
നിത്യമായ രാജ്യം, ദൈവരാജ്യം. അതിലെ പ്രജകൾക്ക് ചില നിയമങ്ങളുണ്ട്. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ അത് കാണാം. ദൈവരാജ്യത്തിൻ്റെ അകത്ത് വസിക്കുന്ന ദൈവമക്കൾക്ക് പാലിക്കാനുള്ള പ്രമാണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ധാരാളം ആളുകളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. പലരും ആ ദൈവിക നിയമങ്ങൾ കേട്ടിട്ടില്ല. ദൈവരാജ്യം എന്ന കാര്യത്തെക്കുറിച്ചും അജ്ഞരായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്ന അവിടുത്തെ സ്വന്തം മക്കൾക്ക് ഇപ്പോൾ അവർ ദൈവരാജ്യത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അവർക്കൊരു നിയമമുണ്ട് പാലിക്കുവാൻ. അത് തിരുവചനമാണ്. കൊളോസ്യ ലേഖനത്തിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വയ്ക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് പറയുന്നത് സന്തോഷത്തോടെ. അന്ധകാര രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് വരാത്ത എല്ലാവരും, അവർ ധനികരോ വലിയ അധികാരികളോ ആകട്ടെ, എല്ലാവരും അന്ധകാര രാജ്യത്തിൽ വസിക്കുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ അന്ധകാര രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് വരുന്നു. ഇത് നിത്യമായ രാജ്യമാണ്. നാം ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ എത്തിയിട്ടില്ല എങ്കിലും ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. എവിടെയാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ? അത് ബൈബിളിലാണ്. നമ്മൾ വചനം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. അത് പ്രാവർത്തികമാക്കണം. ഇന്ന് ലോകത്തിൽ ദൈവരാജ്യത്തിന് അകത്തിരിക്കുന്ന കോടിക്കണക്കിന് ദൈവമക്കളുണ്ട്. നമ്മളും അപ്രകാരം തന്നെ. എന്നാൽ കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും ആരും നഷ്ടപ്പെടാതെ എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അകത്താകണം. ക്രിസ്തു പഠിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം. ക്ഷമയുടെയും വിട്ടുകൊടുക്കുന്നതിൻ്റെയും നിയമങ്ങൾ പാലിക്കണം. ദൈവമക്കൾ ദൈവരാജ്യത്തിലെ ഭരണഘടന അനുസരിച്ച് ജീവിക്കണം. ഈ ദൈവരാജ്യ നിയമങ്ങൾ അറിയാതെ ദൈവരാജ്യത്തിന് പുറത്ത് കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരും ഈ ദൈവരാജ്യത്തിനകത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ രക്ഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് 2 കടമയുണ്ട്. നാം ദൈവരാജ്യത്തിലെ പ്രജകളാണ്. നമ്മൾ ദൈവിക നിയമങ്ങൾ പാലിക്കണം, വചനം പാലിക്കണം. മാത്രമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവരാജ്യം വ്യാപിക്കണം. സകല മനുഷ്യരും ദൈവരാജ്യത്തിന് അകത്ത് വരണം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അധീനരാകുവാൻ, അന്ധകാര രാജ്യത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമോ ഈ ദൈവരാജ്യത്തിൻ്റെ അകത്ത് വന്ന് ദൈവരാജ്യത്തിലെ പ്രജകളായി സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ച നമ്മൾ ദൈവത്തിൻ്റെ ഭരണഘടന അനുസരിക്കണം. നിന്റെ രാജ്യം വരണമേ. ഈ ലോകത്തിൽ ധാരാളം ആളുകൾ അവരുടെ രാജ്യം വരുവാനാണ് പെടാപ്പാടുപെടുന്നത്. സ്വന്തം വീട്, സ്ഥാനം, മാനം, വസ്തുവകകൾ, ബിസിനസ്, സ്വന്തം പേര് വലുതാക്കുക, മനുഷ്യരുടെ ഇടയിൽ ഉന്നതരാകുക, സ്വന്തം രാജ്യ വിസ്തൃതിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ചിലപ്പോൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാത്ത ചില സുവിശേഷ പ്രവർത്തകരും ചില സംഘടനകളൊക്കെ ഉണ്ടാക്കി അവരുടെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ദുരുപദേശങ്ങൾ സ്വീകരിക്കുന്ന അണികളെ ഉണ്ടാക്കി അവരും ഒരു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരും സ്വന്തം രാജ്യം സ്ഥാപിക്കരുത്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. തിരുവചനം നമ്മോട് പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ.
വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. ക്രിസ്തു വരും. ആ നിത്യരാജ്യത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ നാം പ്രവേശിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം വേരിറക്കാൻ പാടില്ല. ക്രിസ്തു പറഞ്ഞു, ഇതേ ഗിരിപ്രഭാഷണത്തിൽ, നിങ്ങൾ ഭൂമിയിലല്ല നിക്ഷേപം സ്വരൂപിക്കേണ്ടത്, സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. കാരണം നമ്മൾ നിത്യമായ ദൈവരാജ്യത്തിലെ പ്രജകളാണ്. ഈ ഭൂമിയും അതിലെ വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്ന് പത്രോസ് എഴുതി. അതുകൊണ്ട് നശിക്കാനിരിക്കുന്ന, ദൈവക്രോധത്താൽ പാപനിമിത്തം നശിക്കാനിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ വേര് ഇറക്കാൻ പാടില്ല. അങ്ങയുടെ രാജ്യം വരണമേ. അത് ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയാണെങ്കിൽ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ നാം പരിശ്രമിക്കും. കാരണം ഈ പ്രാർത്ഥന നമ്മെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അത് കേവലം പ്രാർത്ഥിക്കാൻ മാത്രം ഉള്ളതല്ല. എൻ്റെ ജീവിതം വഴി ദൈവത്തിന് മഹത്വം ലഭിക്കണം. അപ്പോൾ എൻ്റെ പ്രവൃത്തി നന്നാക്കിയേ പറ്റൂ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് വെറുതെ പ്രാർത്ഥിച്ച് അങ്ങ് കാലം കളയാൻ പറ്റില്ല. കാരണം അങ്ങയുടെ രാജ്യം വരുവാൻ എനിക്കൊരു റോളുണ്ട്. ഞാൻ സുവിശേഷ വേലയിൽ പങ്കാളിയാകണം. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്ത് എല്ലാ ഇടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ പ്രാർത്ഥന നമ്മെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. വീണ്ടും ആ പ്രാർത്ഥനയിലേക്ക് വരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയിലെ അടുത്ത വരി അതാണ്. അങ്ങയുടെ തിരുമനസ്, ഈ സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം സ്വർഗത്തിൽ എങ്ങനെയാണോ നിറവേറുന്നത് അതുപോലെ ഈ ഭൂമിയിൽ നിറവേറണം. ഭൂമിയിൽ നിറവേറണം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലാണ് ആദ്യം അത് നിറവേറേണ്ടത്. ഏത്? ദൈവഹിതം. മറ്റു മതങ്ങളിലും പ്രാർത്ഥനകളുണ്ട്. സ്വന്തം കാര്യങ്ങൾ കാണുവാൻ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ശക്തിയോട് അവർ അപേക്ഷിക്കുന്നു. എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ ആഗ്രഹം ഇതാണ്. ഇന്ന് ലോകത്തിൽ പല മതങ്ങളിലും ചില ക്രിസ്തീയ സഭകളിലും പലതരം ദൈവങ്ങളുണ്ട്, പലതരം മധ്യസ്ഥന്മാരുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കുവാൻ സൗഖ്യം വരുത്തുന്ന മധ്യസ്ഥൻ, തൊഴിൽ പ്രശ്നമുണ്ടായാൽ തൊഴിലിന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മധ്യസ്ഥൻ, ഔസേപ്പ് പിതാവ്. മോഷണം, കളവ് പോയവ തിരികെ കിട്ടുവാൻ ഒരു മധ്യസ്ഥൻ, അന്തോനീസ്. ഇനി നിത്യം സഹായിക്കുന്ന ഒരമ്മ, മറിയം എന്ന പേരിലുള്ള ഒരു ശക്തി. ബൈബിളിലെ മറിയമല്ല കേട്ടോ. ഇങ്ങനെ പല രീതിയിലുള്ള മധ്യസ്ഥന്മാർ തന്നെ ക്രിസ്തീയ കോളത്തിൽ കാണാം.
എല്ലാവരും കാര്യസാധ്യം, അതാണ് അവരുടെ വകുപ്പ്. ഭക്തൻ്റെ ആവശ്യങ്ങൾ, ഭക്തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാനിരിക്കുന്ന ധാരാളം മധ്യസ്ഥന്മാർ. ഇവിടെ ആവശ്യം പറയുക, ഇവിടെ ആവശ്യം പറയുക. നൊവേനയിൽ അതാണ് എഴുതിയിരിക്കുന്നത്. എന്താവശ്യവും പറയാം. ശത്രു നിഗ്രഹമായാലും ജോലിയായാലും. ഭക്തൻ്റെ ആഗ്രഹം എന്താണോ അത് സാധിപ്പിച്ചു കൊടുക്കുന്ന മഹാമാധ്യസ്ഥ ശക്തിയുള്ള മറിയമടക്കമുള്ള ഒരുപാട് മധ്യസ്ഥന്മാരെ ഈ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ്? ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുക, അതൊന്നുമല്ല. എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടം നിറവേറണം. അതിനുവേണ്ടി ഏത് മധ്യസ്ഥൻ്റെ പിന്നാലെ പോകണോ ഞാൻ പോകാം. പുതിയ തരം മാതാവുകളെയൊക്കെ പലരും ഇറക്കുന്നുണ്ട്. നല്ല ഡിമാൻഡാണ്. എന്തുകൊണ്ടാണ്? അത്തരം മാതാവുകളും അത്തരം മധ്യസ്ഥന്മാരുമൊക്കെ ഭക്തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനായി മാധ്യസ്ഥ ശക്തി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് ഐതിഹ്യം. പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ക്രിസ്തു എന്താണ് നമ്മളോട് കൽപ്പിക്കുന്നത്? സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ ജീവിതത്തിൽ നിറവേറണം. എങ്ങനെ നിറവേറണം? ഭാഗികമായിട്ടല്ല. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമായിട്ടാണ് നിറവേറുന്നത്. അവിടുത്തെ മാലാഖന്മാരും സ്വർഗീയ ജീവികളും ഒന്നും സ്വന്തം ഹിതപ്രകാരം ഒന്നും ചെയ്യില്ല. ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയാലേ അവർ എന്തെങ്കിലും പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ യാതൊരു അലങ്കോലവുമില്ല. എല്ലാം വളരെ ഐക്യത്തിലാണ്, സമാധാനത്തിൽ, ചിട്ടയോടെയാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. കാരണം ആരും സ്വന്തഹിതം ചെയ്യുന്നില്ല. സ്വന്തഹിതം ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ഇഷ്ടം, നിനക്ക് നിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആകെ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഒരുവന് വേറെ അഭിപ്രായം, അതിനെതിർക്കുന്ന മറ്റൊരഭിപ്രായം, അതൊക്കെ ഭൂമിയിലുണ്ട്. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ നിറവേറ്റുന്നവരാണെങ്കിൽ അവിടെ വഴക്കുമില്ല, വൈരാഗ്യവുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാരണം എന്താ? എല്ലാവരും ഒരു കാര്യം മാത്രം ചെയ്യുന്നത്. അതെന്താണ്? ദൈവത്തിൻ്റെ ഹിതം അവർ നിറവേറ്റുന്നു, സ്വന്തം ഹിതമല്ല. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ സങ്കല്പം ഇവിടെ ക്രിസ്തു മാറ്റുകയാണ്. നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം, നിങ്ങളുടെ ഹിതമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. ഭാഗികമായിട്ടല്ല, സമ്പൂർണമായി. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ഇതുവരെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം അല്പമായി ധ്യാനിച്ചത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഒരു ആവശ്യം പോലും പറയുന്നില്ല. അവൻ്റെ ഹിതം, ഇഷ്ടം അവൻ ദൈവത്തോട് പറയുന്നേയില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഭക്തൻ അവൈലബിൾ ആകുക. വാസ്തവത്തിൽ പ്രാർത്ഥന എന്നുള്ളത് എന്താണ്? എൻ്റെ കുറേ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതല്ല. തരണേ തരണേ തരണേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി, ദൈവേഷ്ടം നിറവേറ്റി സ്വർഗത്തിൽ എനിക്ക് പോകണം. പൗലോസിൻ്റെ ആഗ്രഹം അതായിരുന്നു. കർത്താവ് ഒരു ദൗത്യം ചെയ്യുവാൻ പൗലോസിന് കൊടുത്തു. ആ ശുശ്രൂഷ തികയ്ക്കണം. അതായിരുന്നു പൗലോസിൻ്റെ താല്പര്യം. അല്ലാതെ എൻ്റെ കുറേ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് ഉത്തരം കിട്ടണേ, അതിനുവേണ്ടി കുറേ മധ്യസ്ഥന്മാരുടെ പുറകെ പോകുക, അതല്ല പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നാം കാണുന്നത്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള വേല, അത് പൂർണ്ണമായും തികയ്ക്കണം, നിറവേറ്റണം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. പിതാവായ ദൈവം ഒരു ദൗത്യം കൊടുത്തു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ക്രൂശിൽ മരിക്കണം. മാത്രമല്ല, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്? 3.5 വർഷത്തോളം ഇവിടെ ഒരു ജീവിതം പിതാവായ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തു നയിച്ചു. ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. അവസാനം ക്രിസ്തു ഇതാ മരിക്കാൻ പോകുന്നു. ക്രൂശീകരണ സമയം അടുത്തു. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, പിതാവേ, ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന വേല
പ്രവൃത്തി ഞാൻ തികച്ചുമിരിക്കുന്നു. ഒരു വലിയ ദൗത്യം ക്രിസ്തുവിന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അത് 100% ചെയ്തു തീർത്തു. ആ ദൗത്യം പിതാവ് കൊടുത്തതാണ്. പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. അങ്ങനെയാണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ക്രിസ്തു 100% നിറവേറ്റി. ക്രിസ്തു പലതവണ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മരണം വരെ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് തെറ്റാണെന്ന് ബോധ്യമായതുകൊണ്ട് അതൊക്കെ നമ്മൾ വിട്ടവരാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്നിലും നിറവേറേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് നമുക്കറിയില്ല, അത് ദൈവത്തിനാണ് അറിയുന്നത്. അതുകൊണ്ട് കർത്താവേ, ഈ കാര്യത്തിൽ ദൈവഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ താല്പര്യം ഇതാണ്, പക്ഷേ അത് നിറവേറിയാൽ വലിയ നഷ്ടം എനിക്ക് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. ക്രിസ്തു ഗത്സമനയിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കൈപ്പേറിയ പാനപാത്രം ഞാൻ കുടിക്കണമോ? അത് പിതാവിൻ്റെ ഹിതമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മറിയം പറഞ്ഞു, അങ്ങയുടെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. എൻ്റെ ഇഷ്ടമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അടുത്തതായി, അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അത് നമ്മുടെ ഭൗതികമായ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നമ്മുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം ഇതാ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ ഭക്ഷണകാര്യങ്ങൾ ദൈവത്തിന് അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഡെയിലി ബ്രെഡ്, 10 വർഷത്തിനുള്ള ഭക്ഷണമല്ല, അന്നന്ന് വേണ്ട റേഷൻ അത് തരും. അതുകൊണ്ടാണ് അപ്പസ്തലന്മാരാരും ധാരാളം പണം സ്വരൂപിക്കാതിരുന്നത്. അവർക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല. ഒരു രോഗശാന്തി ശുശ്രൂഷ കഴിഞ്ഞാൽ പത്രോസിന് വേണമെങ്കിൽ എത്രമാത്രം പണം ബക്കറ്റ് പിരിവായി സമ്പാദിക്കാമായിരുന്നു, ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ. അങ്ങനെയൊന്നും അവർ ചെയ്തില്ലല്ലോ. കാരണം ക്രിസ്തു പറഞ്ഞിരുന്നു, ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. എന്നാൽ ഇവിടെ ജീവിക്കുവാൻ നമുക്ക് ഭക്ഷണം വേണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇസ്രായേൽ മക്കൾക്ക് മന്ന ദൈവം കൊടുത്തു. 10 വർഷത്തേക്കുള്ള മന്ന ഒരുമിച്ച് കൊടുത്തില്ല. ഓരോ ദിവസത്തിന് വേണ്ട മന്ന കൊടുത്തു. അത് കൊടുക്കും, നമ്മളെ കൈവിടുകയില്ല. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, ഇതോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടൊപ്പം ഇവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്ത് കഴിക്കും, എന്തുടുക്കും, ഉത്കണ്ഠപ്പെടേണ്ട. എന്നാൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. മറിയത്തോടല്ല, ദൈവത്തോട് അറിയിക്കുവാനാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. കൃതജ്ഞതാ സ്തോത്രത്തോടെ ആവശ്യം പറയാം. ഇന്ന് കഴിക്കാൻ ഭക്ഷണം തരണം കർത്താവേ. ഇന്ന് ചില സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പാപമല്ല. ചോദിക്കാതെ തന്നെ തരുന്നവനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നാളെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? പണമില്ലല്ലോ. അടുത്ത ആഴ്ച ആവശ്യം എങ്ങനെ നിറവേറും? ഇപ്പോൾ പണമില്ലല്ലോ. ആ ദിവസം വരുമ്പോൾ, ആ സമയം വരുമ്പോൾ തക്ക സമയത്ത് കർത്താവ് കരുതും. അതിന് ഈ എളിയവനും സാക്ഷിയാണ്. നിങ്ങളും അത് അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ സകല ഉത്കണ്ഠകളും അവിടുത്തെ മേൽ അർപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ടെൻഷൻ മാറ്റുന്നു. ഇപ്പോൾ കയ്യിലൊന്നുമില്ല. സാധാരണ മനുഷ്യർക്ക് ഉത്കണ്ഠയാണ്. നമുക്കങ്ങനെയില്ല. നമ്മൾ ആദ്യം ദൈവരാജ്യവും നീതി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഇതാ കഴിഞ്ഞു, നാളത്തെ കാര്യം ദൈവം നാളെ നടത്തിത്തരും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടിലും, ഭക്ഷണമായി കാകനെൻ്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൽ നിന്നു ഞാനും പാനം ചെയ്യും. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറിവേറ്റ നാഥൻ തഞ്ചമേകിടും. പിഞ്ചുപോകിൽ ഒരു നാളും തൻ കരുണകൾ ഓർത്ത്, പുഞ്ചിരി തൂകിയിടുക നീ എന്നും മനമേ. ക്ഷാമമേറ്റു സാരേഫാത്തിൽ സഹിച്ചിടിലും, മരിക്കുവാനൊരുക്കമായി ഇരുന്നിടിലും. വന്നുണർത്തി കലത്തിലെ മാവുലേശം കുറയുന്നില്ല, നിന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിയിടുമേ. കലത്തിലെ മാവുലേശം കുറയുന്നില്ല, എൻ്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിയിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനം നിറഞ്ഞ ലോകം, ടെംപ്റ്റേഷൻ പിശാച് കൊണ്ടുവരും. എന്താണ് ചെയ്യേണ്ടത്? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഗസ്സമനയിൽ ശിഷ്യരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് ഉറക്കം വന്നുപോയി. 3 വട്ടം കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ഉറങ്ങുന്നു. പക്ഷേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പത്രോസ് വലിയ പാപം ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നുണ്ട്. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും വിട്ടുകൊടുക്കാനും പഠിപ്പിച്ച ഗുരുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പത്രോസ് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. പ്രലോഭനങ്ങൾ ഉണ്ടാകും, ഇടർച്ചകൾ ഉണ്ടാകും. പക്ഷേ പ്രാർത്ഥിച്ച് അതിൽ വീഴാതെ ജയം പ്രാപിക്കണം. പ്രലോഭനം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, കർത്താവേ കൃപ തരണം, ഇതിനെ ജയിക്കുവാൻ കൃപ തരണം. പൊത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ നിർബന്ധിക്കുകയാണ് പാപം ചെയ്യുവാൻ. അവൻ്റെ മേൽ ദൈവകൃപയുണ്ടായിരുന്നു. ആ പ്രലോഭനത്തിൽ അവൻ വീണുപോയില്ല, പാപം ചെയ്തില്ല, ഓടി രക്ഷപ്പെട്ടു. യാക്കോബ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് ചേർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
ചുറ്റും പ്രലോഭനമാണ്. ഒരുപക്ഷെ നാം താമസിക്കുന്ന വീട്ടിൽ പ്രലോഭനമുണ്ടാകും. പാപം ഉണർത്തുന്ന കാഴ്ചകൾ പലതും ഉണ്ടാകും. ചിലപ്പോൾ ഇൻ്റർനെറ്റ് നോക്കുമ്പോൾ തന്നെ ടെംപ്റ്റേഷൻ വരാം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ഹവ്വ പിശാച് പ്രലോഭിപ്പിച്ചു. ആ പഴത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ തിന്നാൻ തോന്നി, തിന്നു. അവൾ വീണുപോയി. അതുപോലെ നമ്മൾ വീണു പോകരുത്. വീണു പോയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഹവ്വ അത് അനുഭവിച്ചു. ഹവ്വ മാത്രമല്ല, വരും തലമുറയും. നമ്മൾ വിജയാളികളാകണം. പ്രലോഭനത്തെ കീഴടക്കി മുന്നോട്ട് പോകണം. അതാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ പൈസ വാങ്ങി പറ്റിച്ചവരുണ്ടാകും, ക്ഷമിക്കണം. പല രീതിയിലും ജീവിതത്തിൽ നമ്മെ ബുദ്ധിമുട്ടിച്ചവരുണ്ടാകണം. പ്രതികാര ചിന്ത പാടില്ല. അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ലംഘനങ്ങളും കടങ്ങളും കർത്താവും ക്ഷമിക്കും. അവരോട് ക്ഷമിക്കാതിരുന്നാൽ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കില്ല. അത് ഇക്കാര്യത്തിൽ ഇവിടെ കർത്താവ് ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് 12 തൊട്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നമ്മെ ദ്രോഹിച്ച വ്യക്തികളോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങൾക്ക് നാം മാപ്പ് കൊടുക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. നമ്മൾ ചെയ്ത അസംഖ്യം ലംഘനങ്ങൾക്ക് മാപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ദോഷം ചെയ്തിട്ടുണ്ടോ അത് ഏത് രീതിയിലുള്ള ദോഷമായാലും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ലംഘനങ്ങളും സ്വർഗീയ പിതാവ് ക്ഷമിക്കും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടൻ പിശാചാണ്. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. അവൻ്റെ ശക്തിയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. അന്നു വേണ്ട ആഹാരം ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കിട്ടണം, അതിനായി പ്രാർത്ഥിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ്. എൻ്റെ മഹത്വത്തിനായി ഒന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ പേര് വലുതാകണം, ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എത്ര വലിയവനാണ് 4 പേര് അറിയണം, അതിനുവേണ്ടി ദാനധർമ്മം ചെയ്യട്ടെ? നോ. രാജ്യവും ശക്തിയും മഹത്വവും എനിക്കല്ല, എന്നേക്കും അങ്ങേക്കുള്ളതാണ്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഈ പ്രാർത്ഥന നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ മനോഭാവം മാറ്റും. എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ എന്നുള്ളതിൽ മനോഭാവം മാറ്റും. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കും, വിട്ടുകൊടുക്കാൻ പഠിക്കും. വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരാകും. അതായത് ഈ പ്രാർത്ഥന, ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇത് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിത വീക്ഷണം മൊത്തമായി മാറും. ഇതുവരെ ലാഭമായി കരുതിയത് നഷ്ടമായി എണ്ണി എന്ന് പൗലോസ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജീവിത വീക്ഷണം മൊത്തം മാറും. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നാം മാറും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാതെ ദൈവനാമോഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കും. ക്ഷമിക്കുന്നവരായി നമ്മൾ മാറും. ഈ ഭൂമിയിൽ സ്വത്തിൻ്റെ പുറകെ പോകാതെ ദൈവം തരുന്നതിൽ അന്നന്ന് വേണ്ട മന്നയിൽ ദൈവം തരുന്നതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കും. അങ്ങനെ നമ്മൾ മരിക്കാറാകുമ്പോൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിച്ചില്ല, കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ ഹിതങ്ങൾ നിറവേറിയല്ലോ.
അതിനായി കർത്താവെ നന്ദി എന്ന് നമുക്ക് മരണസമയമാകുമ്പോൾ പറയാൻ പറ്റും. ദൈവമേ, അങ്ങ് ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്. അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചാൽ അതിൻ്റെ മഹത്വമൊന്നും നമ്മളെടുക്കില്ല. കാരണം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആർക്കാണ്? ഒരു സഭാ നേതാവിനുമല്ല, അങ്ങേക്കാണ്, ഈ സ്വർഗീയ പിതാവിനാണ്. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അങ്ങ് കൽപ്പിച്ച ഈ പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അവരുടെ കണ്ണ് തുറക്കണമേ. ഈ പ്രാർത്ഥനയുടെ മാഹാത്മ്യം മനസ്സിലാക്കി അത് ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇടയാകട്ടെ. സഭകളിൽ ഈ പ്രാർത്ഥന പഠിപ്പിക്കാറില്ല, ചൊല്ലാൻ അനുവദിക്കാറില്ല. ആ പ്രവണതകളിൽ നിന്ന് സഭകളെ വിടുവിക്കണമേ. മറ്റു പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചാലും ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാതെ മറ്റ് പല വിഷയങ്ങളും പ്രാർത്ഥിച്ച് മരിച്ചു പോകുന്ന വിശ്വാസികളുണ്ട്. ആ തെറ്റായ പാരമ്പര്യത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ യാചിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോട് സകല വിശുദ്ധരോട് ഇരിക്കുമാറാകട്ടെ. ഇത്രത്തോളം നമ്മെ അത്ഭുതകരമായി താങ്ങി നടത്തിയ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാ